മക്കളെ 2026 UCED എക്സാമിനേഷൻ, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാം ഫോർ ഡിസൈൻസ്, അതായത് UCEDൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ. ഓർഗനൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIT ബോംബെ ആണ്. ഇതിനൊരു എക്സാം ഉണ്ടാവും ജനുവരി 18 2026 ജനുവരി 18 ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. രജിസ്ട്രേഷൻ ഒക്ടോബർ 1 തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാം ഫോർ ഡിസൈൻ പ്രോഗ്രാം, ബാച്ചലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാമിൻ്റെ എൻട്രൻസ് ആണിത്. അപ്പോൾ ഇതിൽ എവിടേക്കാണ് സീറ്റ് കിട്ടുക എന്ന് ചോദിച്ചാൽ IIT ബോംബെയിൽ, IIT ഡൽഹി, IIT ഗുവാഹത്തി, ഹൈദരാബാദ്, ഇൻഡോർ, റൂർക്കി ആൻഡ് ജബൽപൂർ. ഇത്രയും IITകളിലെ ബാച്ചലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാമിന് വേണ്ടിയാണ് ഈ എക്സാം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിൽ പിന്നാലെ പറയുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതിനൊരു എക്സാം ഉണ്ട്. അതിന് 2 പാർട്ടായിട്ടാണ്, പാർട്ട് A, പാർട്ട് B ആയിട്ടാണ് എക്സാം നടക്കുക. ഈ 2 പാർട്ടിനൂടെ നിങ്ങൾക്ക് 9 മണി തുടങ്ങി 12 മണി വരെ 3 മണിക്കൂറാണ് സമയം ഉണ്ടാവുക. ജനുവരി 18 ഞായറാഴ്ചയാണ് എക്സാം. ഇനി UCED എക്സാം നടക്കുന്നത് കേരളത്തിൽ വളരെ കുറച്ച് സെൻറ്ററിൽ മാത്രമാണ്. അതിൽ ഒന്നാമത്തേത് എറണാകുളത്ത് സെൻറ്ററുണ്ട്, അതേപോലെ തന്നെ കോഴിക്കോട് സെൻറ്ററുണ്ട്, കൂടാതെ തൃശ്ശൂർ സെൻറ്ററുണ്ട്, തിരുവനന്തപുരത്തും സെൻറ്ററുണ്ട്. ഈ 4 സ്ഥലത്താണ് കേരളത്തിൽ സെൻറ്റർ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 3 സിറ്റീസ് ചോയ്സ് ചെയ്യാം. ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 3 സിറ്റീസ് ചൂസ് ചെയ്യാം. ആ 3 സിറ്റിയിൽ ഏതെങ്കിലും ഒരു സിറ്റിയിൽ അവർ തരാൻ മാക്സിമം ശ്രമിക്കും. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കുക. 3 എലിജിബിലിറ്റി അവർ പറയുന്നുണ്ട്. 1 ഏജ് ലിമിറ്റ്, 2 നമ്പർ ഓഫ് അറ്റംപ്റ്റ്, 3 ക്വാളിഫയിങ് എക്സാം. ഇത് 3ഉം പാസ്, അല്ലെങ്കിൽ ഈ 3ഉം നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിൽ ഏജ് ലിമിറ്റ് നോക്കുക. ഒരു കുട്ടി 2001 ഒക്ടോബർ 1 അതിന് ശേഷമോ ജനിച്ചവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് ഓപ്പൺ കാറ്റഗറിക്കും EWSനും OBC NCLനും ഒക്കെ അത് ബാധകമാണ്. എന്നാൽ നേരെ തിരിച്ച് SC ST ഫിസിക്കൽ ഡിസബിലിറ്റിയിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ വയസ്സിന് ഇളവുണ്ട്. അതായത് ഒക്ടോബർ 1 1996 അതിന് ശേഷമോ ജനിച്ചവരായാലും മതി. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കഴിഞ്ഞില്ല. ഇനി നമ്പർ ഓഫ് അറ്റംപ്റ്റ് നോക്കുക. ഒരു കുട്ടിക്ക് UCED എക്സാം മാക്സിമം 2 പ്രാവശ്യം എഴുതാൻ പറ്റും. അത് 2 കൺസിക്യൂട്ടീവ് തുടർച്ചയായ വർഷങ്ങളായിരിക്കണം. അതായത് 2025 +2 പാസ്സായ കുട്ടിക്ക് UCEDന് അപ്ലൈ ചെയ്യാം. 2026 +2 എഴുതാൻ പോകുന്ന കുട്ടിക്കും അപ്ലൈ ചെയ്യാം. ഈ 2 കൂട്ടർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇതിന് മുമ്പ് പാസ്സായവർക്ക് പറ്റില്ല. ഇനി ക്വാളിഫയിങ് എക്സാം നോക്കുക. ഹയർ സെക്കൻഡറി പാസ്സായിരിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ +2 അല്ലെങ്കിൽ ഇക്വലൻ്റ് എക്സാമിനേഷൻ 2025 പാസ്സായവരായിരിക്കണം, അല്ലെങ്കിൽ 2026 അപ്പിയർ ചെയ്യാൻ പോകുന്നവരായിരിക്കണം. ഇവർക്ക് മാത്രമേ പറ്റൂ, ബാക്കി ആർക്കും പറ്റില്ല. ഇനി ക്വാളിഫയിങ് എക്സാം നോക്കുക. സയൻസ് സ്ട്രീമിലോ കൊമേഴ്സ് സ്ട്രീമിലോ ആർട്സ് സ്ട്രീമിലോ ഹ്യൂമാനിറ്റീസിലോ എന്തായാലും കുഴപ്പമില്ല, ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. ഇനി അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടൽ നോക്കുക. www.uced.iitb.ac.in. ഓർഗനൈസിംഗ് കമ്മിറ്റി IIT ബോംബെ ആണ്, അതുകൊണ്ടാണ് iitb.ac.in. ഓക്കെ, അവരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഒക്ടോബർ 1 തുടങ്ങിയിട്ടാണ്. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 31, 2025 ഒക്ടോബർ 31 ശേഷം റെഗുലർ ഫീൽ അപ്ലൈ ചെയ്യാം. അത് ഞാൻ പറയാം. 2000 അല്ലെങ്കിൽ 4000 ആണ്. അത് പല കാറ്റഗറിക്ക് വ്യത്യാസമാണ്. അത് ഞാൻ ലാസ്റ്റ് പറയും. ഇനി നിങ്ങൾക്ക് ലേറ്റ് ഫീയോടുകൂടി നവംബർ 7 വരെയും അടയ്ക്കാം. ലേറ്റ് ഫീ 500 രൂപയാണ്. അത് ചേർത്ത് നവംബർ 7 വരെയും അടയ്ക്കാം. ഇതാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോൾ നോക്കുക, ഇതിൻ്റെ ഫീ നോക്കുക. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ഫീമെയിൽ കാൻഡിഡേറ്റ് 2000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. ഇതൊന്നും റീഫണ്ടബിൾ അല്ല, ഇതൊക്കെ നോൺ റീഫണ്ടബിൾ ആണ്. വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അടച്ച തുകയാണ്, തിരിച്ച് കിട്ടൂല 2000 രൂപ. SC അല്ലെങ്കിൽ ST ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ ആണെങ്കിലും 2000 രൂപ. ബാക്കി എല്ലാ കാറ്റഗറിയും, അതായത് SC ST ഫിസിക്കൽ ഡിസബിലിറ്റി അല്ലാത്ത എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൺകുട്ടികളും 4000 രൂപയാണ് അടയ്ക്കേണ്ടത്. ഈ പറഞ്ഞ ഫീസ് നിങ്ങൾക്ക് ഒക്ടോബർ 31 വരെ മാത്രമാണ് ബാധകം. അത് കഴിഞ്ഞാൽ നവംബർ 7 വരെ നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ 500 രൂപ ലേറ്റ് ഫീ ആയിട്ട് അടച്ചാലേ, ഈ 4000 + 500 അല്ലെങ്കിൽ 2000 + 500 അടച്ചാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ ഒരു റീസെൻറ്റ് കളർ ഫോട്ടോഗ്രാഫ് ഉണ്ടാവണം. അതുകൂടാതെ ക്ലിയർ ഇമേജ് ഓഫ് ദ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ ഫുൾ സിഗ്നേച്ചർ ഓൺ വൈറ്റ് പേപ്പർ, അതൊക്കെ JPEG ഫോർമാറ്റിലായിരിക്കണം. ഫുൾ സിഗ്നേച്ചർ ഉണ്ടാവണം. ഇനി ഡോക്യുമെൻറ്റ് ഫോർ ദ പ്രൂഫ് ഓഫ് ഏജ്, 10th സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ബർത്ത് സർട്ടിഫിക്കറ്റോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതേപോലെ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് 2025 പാസ്സായവർ. ഇനി 26 അപ്പിയർ ചെയ്യാൻ പോകുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? പ്രിൻസിപ്പലിൻ്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ ഒരു ലെറ്റർ അതിലൂടെ സബ്മിറ്റ് ചെയ്യണം. അത് പ്രോസ്പെക്ടസിലെ അപ്പൻഡിക്സ് 1 അത് എടുത്ത് നിങ്ങൾക്ക് ഫില്ല് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം.
അതേപോലെ EWS കാറ്റഗറി OBC NCL SC ST ഫിസിക്കൽ ഡിസബിലിറ്റിയിലൊക്കെ പെട്ട കുട്ടികളാണെങ്കിൽ EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, NCL ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, SC അല്ലെങ്കിൽ ST ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ താലൂക്കിൽ നിന്ന് കിട്ടുന്ന സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലെ സർട്ടിഫിക്കറ്റാണ് കൊടുക്കേണ്ടത്. താലൂക്കിൽ നിന്നായിരിക്കണം, സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിരിക്കണം. ഫിസിക്കൽ ഡിസബിലിറ്റി കാൻഡിഡേറ്റ് ആണെങ്കിൽ UDID കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽ നോക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, 2 പാർട്ടായിട്ടാണ്. 3 മണിക്കൂറാണ് എക്സാം. അതിൽ പാർട്ട് A 2 hour-ആണ്, 2 മണിക്കൂറാണ്. അതിൽ ഒന്നാമത്തെ സെഷൻ A എന്ന് പറഞ്ഞ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. 14 ക്വസ്റ്റൻ ഉണ്ടാവും. ഒരു കറക്റ്റ് ആൻസറിന് 4 മാർക്കായിരിക്കും. അതിന് നെഗറ്റീവ് മാർക്കില്ല. അങ്ങനെ ടോട്ടൽ 56 മാർക്കിൻ്റെ എക്സാം. സെക്കൻഡ് പാർട്ട് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റൻ ആണ്. അതായത് ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ 15 ക്വസ്റ്റൻ ഉണ്ടാവും. പാർഷ്യൽ മാർക്കിംഗ് ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. അതായത് 3 ഓപ്ഷൻ ഉണ്ട് കറക്റ്റ്. അതിൽ 2 ചെയ്താൽ ഒരു പർട്ടിക്കുലർ മാർക്ക് കിട്ടും. 1 ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്ക് കുറയും. അതിൽ തെറ്റിയാൽ -1 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അങ്ങനെ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സാധാരണ ഉള്ളതുപോലെ 4 ഓപ്ഷൻ, അതിൽ 1 ചൂസ് ചെയ്യാം. അങ്ങനെ 28 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 3 മാർക്കാണ് കറക്റ്റ് ആൻസറിന്. നെഗറ്റീവ് 0.71 ഉണ്ടാവും. നെഗറ്റീവ് ഉണ്ടാവും തെറ്റിപ്പോയാൽ. ടോട്ടൽ 84 മാർക്കിൻ്റേതുണ്ട്. അങ്ങനെ 57 ക്വസ്റ്റ്യൻ 200 മാർക്കിലാണ് പാർട്ട് A 2 മണിക്കൂർ കൊണ്ട് നടക്കുക. ഇനി പാർട്ട് B 1 മണിക്കൂർ മാത്രമാണ്. സ്കെച്ചിങ്ങിൽ ഒറ്റ ക്വസ്റ്റ്യൻ വീതമാണ്. സ്കെച്ചിങ്ങിൽ 1 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡിൽ 1 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 50 മാർക്ക് വീതമാണ്. അങ്ങനെ പാർട്ട് B. അങ്ങനെ ടോട്ടൽ 3 മണിക്കൂറായിട്ടാണ്. പാർട്ട് Aക്ക് 2 മണിക്കൂർ ഉണ്ടാവും. പാർട്ട് Bക്ക് 1 മണിക്കൂർ ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 3 മണിക്കൂറിൻ്റെ എക്സാമാണ് നടക്കുക. ഷെഡ്യൂൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബർ 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ വിത്ത് റെഗുലർ ഫീ. നോർമൽ ഫീയിൽ നിങ്ങൾക്ക് ഒക്ടോബർ 31 വരെ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ വിത്ത് ലേറ്റ് ഫീ 500 രൂപ ഫൈനോടുകൂടി നവംബർ 7 വരെ അപ്ലൈ ചെയ്യാം. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ജനുവരി 2 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വന്നാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം ജനുവരി 8 വരെ സമയം തരും. എക്സാം ജനുവരി 18 രാവിലെ 9 മണി തുടങ്ങി 12 മണി വരെയാണ്. ഇനി അതിൻ്റെ ആൻസർ കീയും റെസ്പോൺസും ഒക്കെ ജനുവരി 20 അതിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റും ബാക്കി ഡീറ്റെയിലും ഒക്കെ വരിക. ഇനി ഇതിൽ ചില എലിജിബിലിറ്റി ഉണ്ട്. അതായത് ബാച്ചലർ ഓഫ് ഡിസൈൻസ് അഡ്മിഷനിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അല്ലെങ്കിൽ എല്ലാ ക്യാമ്പസിലും എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ല. IIT ബോംബെയിലും IIT ഡൽഹിയിലും IIT ഹൈദരാബാദിലും IIT ഇൻഡോറിലും ഒക്കെ ഏത് സ്ട്രീമുകാർക്കും ബാച്ചലർ ഓഫ് ഡിസൈൻസിന് അപ്ലൈ ചെയ്യാം. എന്നാൽ IIT ഗുവാഹത്തിയിലും IIT റൂർക്കയിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് +2 പഠിച്ചവർക്ക് മാത്രമേ പറ്റൂ. അതേപോലെ തന്നെ ജബൽപൂർ IITയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ പഠിച്ചവർക്ക് പറ്റും. ഇനി സീറ്റ് മാട്രിക്സ് കൂടി നോക്കുക. ഓരോ കാറ്റഗറിയുടെയും ഓപ്പൺ സീറ്റ് ഇപ്പോൾ IIT ബോംബെയിലാണെങ്കിൽ ഓപ്പൺ സീറ്റ് 14 സീറ്റാണ്. ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് അവിടെ പ്രത്യേകിച്ച് സീറ്റ് പറഞ്ഞിട്ടില്ല. EWSന് 4 സീറ്റാണ്. EWS ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് 1 സീറ്റ് ഉണ്ടാവും. NCLന് 9 സീറ്റ്. NCLലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് സെപ്പറേറ്റ് സീറ്റ് പറഞ്ഞിട്ടില്ല. SC 5 സീറ്റ്. SCയിലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് 1 സീറ്റ്. STക്ക് 3 സീറ്റ്. STയിലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് പറഞ്ഞിട്ടില്ല. ടോട്ടൽ 37 സീറ്റ് IIT ബോംബെയിലുണ്ടാവും. IIT ഡൽഹിയിൽ 20 സീറ്റ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഓരോ കാറ്റഗറിക്കും എത്രയാണ് സീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് അതിൽ കാണിച്ചിട്ടുണ്ട്. ഞാനത് വായിച്ച് സമയം കളയുന്നില്ല. IIT ഗുവാഹത്തിയിൽ 56 സീറ്റാണ്. IIT ഹൈദരാബാദിൽ 30 സീറ്റാണ്. IIT ഇൻഡോറിൽ 16 സീറ്റാണ്. IIT റൂർക്കയിൽ 20 സീറ്റാണ്. ജബൽപൂർ 66 സീറ്റാണ്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ പറഞ്ഞിരിക്കുന്ന 7 IITകളിലായിട്ട് 245 സീറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 7 IITകളിലായിട്ട് ടോട്ടൽ 245 സീറ്റിന് വേണ്ടിയാണ് ഈ എക്സാം നടക്കുന്നത്. ഇനി ഇതിൻ്റെ ഫീസ് ഷെഡ്യൂൾ നോക്കുക. ഓരോ ക്യാമ്പസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഫീസ് സെപ്പറേറ്റ് അവരുടെ സൈറ്റുകളിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി IIT ബോംബെയുടെ മാത്രം ഫീസിൻ്റെ ഒരു ഡീറ്റെയിൽ കാണിക്കാം. ഇത് 2024 ബാച്ചിൻ്റെ ഫീസായിരുന്നു. അപ്പോൾ കുറേ കോഴ്സുകൾക്ക് BTech കോഴ്സുകൾക്കും ഡിസൈൻസ് കോഴ്സിനും ഒക്കെ ഇത് തന്നെയാണ് ഫീസ്. അപ്പോൾ അതിൽ ഡിസൈൻസ് ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും ഫീസ് ഏകദേശം 1,07,350 രൂപയാണ്. ഇത് നോർമലി ട്യൂഷൻ ഫീയും മെഡിക്കൽ ഫീയും എക്സാമിനേഷൻ ഫീയും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഹോസ്റ്റൽ ഫീസ് ഒന്നും വന്നിട്ടില്ല. ഇത് അക്കാഡമിക് ഫീ മാത്രമാണ്. ഹോസ്റ്റൽ ഫീ വേറെയാണ്. അപ്പോൾ അക്കാഡമിക് ഫീ മാത്രം ഏകദേശം ഇത്രയും വരും. UCEDൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിനുമായിട്ട് ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിലും ഞാൻ വളരെ പെട്ടെന്ന് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റ് അപ്ഡേറ്റുകൾ ഞാൻ പ്രോപ്പർലി കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.